പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തിന് തൻ്റെ ജനത്തോട് വ്യവഹാരമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിലൂടെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കൊറ്റന്മാരെ ബലി കഴിച്ച് അല്ലെങ്കിൽ തൈലനദികളിലോ പുറമേ നാം ചെയ്യുന്ന ഒരു കാര്യത്തിലും അല്ല കർത്താവ് പ്രസാദിക്കുന്നത് എന്ന അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. എൻ്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെ, ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ, അതിൽ കർത്താവ് പ്രസാദിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ പ്രവാചകൻ പറയുകയാണ് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളിൽ ആദ്യത്തെ വിഷയം ന്യായം പ്രവർത്തിക്കുക. ദൈവം ആഗ്രഹിക്കുന്നതും നല്ലതെന്തെന്നും കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ന്യായം പ്രവർത്തിക്കുക. ദൈവങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ആയിരിക്കുന്ന കുടുംബത്തിൽ ഒത്തിരി മേഖലകളിൽ നമുക്ക് അനീതി അല്ലെങ്കിൽ അന്യായം കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്, കർത്താവ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നൊരു വിഷയം, നിങ്ങൾ ന്യായം പ്രവർത്തിക്കുക. ഡു ജസ്റ്റിസ്, ഡു വാട്ട് ഈസ് റൈറ്റ്. നന്മ തിന്മയെക്കുറിച്ച് ഉള്ള തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ട്. എന്താണ് നല്ലത്, എന്താണ് തീയത് എന്നുള്ളതിനെ പറ്റി നല്ല ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും. ന്യായം പ്രവർത്തിക്കുക. മനുഷ്യ, നല്ലതെന്താണെന്ന് ദൈവം കാണിച്ചു തന്നിരിക്കുക. അതിൽ 1-ാമത്തെ കാര്യം ന്യായം പ്രവർത്തിക്കുക. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലയളവിൽ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. അതിൽ അനീതിയുള്ള ഒരു ന്യായാധിപനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പ്രാർത്ഥനയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ആ ഉപമയിലൂടെ കർത്താവ് പറയുന്നത്. ഒരു വിധവ തന്നെ വന്ന് വളരെ അസഹ്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപൻ, അനീതി ചെയ്യുന്നൊരു ന്യായാധിപൻ. ദൈവമക്കളെ, നമ്മളായിരിക്കുന്ന ഈ അനീതി നിറഞ്ഞ ലോകത്തിൽ ന്യായം പ്രവർത്തിപ്പാൻ നമ്മിൽ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ഗോഡ്. അത് നമ്മുടെ ജീവിതത്തിൽ കഴിയണം. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മിലൂടെ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അവിടെ പറയുകയാണ്, നല്ലതെന്തെന്ന്. മനുഷ്യപുത്ര, ദൈവം നിന്നെ കാണിച്ചിരിക്കുക, ന്യായം പ്രവർത്തിക്കുക.